ഹരിയേട്ടാ, എത്ര നാളായി നമ്മളൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു. എത്ര വഴിപാടുകൾ കഴിച്ചു. ഇനി കുമ്പിടാത്ത ദൈവങ്ങളുണ്ടോ? എന്നിട്ട് നമ്മളോട് മാത്രം എന്താ ഹരിയേട്ടാ ദൈവം കരുണ കാണിക്കാത്തത്? ഇത്തവണയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മാസമുറ വന്നതോടെ അവൾ നിരാശയോടെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കാതെ ഗായത്രി. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമല്ലേ ആയുള്ളൂ. എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് കുട്ടികളെ കിട്ടിയവരെ എനിക്കറിയാം. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. കല്യാണത്തിന് മുന്നേ കുട്ടികൾ പെട്ടെന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞ നീയാണോ ഇപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അവൻ അവളെ സമാധാനിപ്പിച്ചു. അതൊക്കെ അന്ന്. ഓരോ പൊട്ടത്തരത്തിന് പറയുന്നതല്ലേ ഹരിയേട്ടാ. ഒന്നാമതേ നമ്മുടെ പ്രണയ വിവാഹമായിരുന്നു. അമ്മയ്ക്ക് ആദ്യം മുതലേ ഈ വിവാഹത്തോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞുണ്ടായാലെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടക്കേട് മാറുമെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. എന്നാലിപ്പോൾ വിശേഷമായില്ലേ എന്നുള്ള നാട്ടുകാരുടെ ചോദ്യം കേൾക്കുമ്പോൾ അമ്മ അത് മുഴുവൻ തീർക്കുന്നത് എന്നോടാണ്. എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണത്രേ. അമ്മയാകാൻ കഴിയാത്ത പെണ്ണുങ്ങൾ ശാപം കിട്ടിയവരാണ് പോലും. ഇങ്ങനെയൊക്കെ പഴി കേൾക്കാൻ മാത്രം ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്തത് ഹരിയേട്ടാ. ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. കുഞ്ഞുണ്ടാകാത്തത് എൻ്റെ തെറ്റാണോ? പ്രസവവേദനയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്നാണ് പറയാറ്. പക്ഷെ അതല്ല, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് ഹരിയേട്ടാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അവളുടെ സങ്കടം കണ്ടപ്പോൾ ഹരിയുടെയും നെഞ്ചു പിടഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണ്. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ശരിക്കും വേദന തന്നെയാണ്. കുറച്ചു നാളുകളായി താനും ആ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുന്നിൽ അത് പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം. നീ ഇങ്ങനെ കരയാതെ. നിന്റെ കണ്ണുനീരാണ് എൻ്റെ ശക്തി ഇല്ലാതാക്കുന്നത്. നേർച്ചയും വഴിപാടും മാത്രം പോരാ, നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാണാം. എൻ്റെ സുഹൃത്ത് ഒരു ദേവനുണ്ട്, ഡോക്ടറാണ്. വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ എറണാകുളത്തൊരു ഹോസ്പിറ്റലുണ്ട്. അവനവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മളോട് നേരിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഇനിയും വൈകിക്കേണ്ട, നാളെ തന്നെ നമുക്ക് പോകാം. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. ഹരിയത് പറഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക അവളിൽ നാമ്പിട്ടു. നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് കാത്തിരിക്കാതെ സുഹൃത്തും ഡോക്ടറുമായ ദേവനെ കാണാൻ കഴിഞ്ഞു. ചികിത്സയ്ക്ക് വേണ്ടി 2 ദിവസം അവരവിടെ താമസിക്കുകയും ചെയ്തു. ഹരിയോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അന്ന് ഗായത്രിയോട് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടത് ദേവനാണ്. അന്നേരം അത്രയും പുറത്തിരുന്നു അവൾ തീ തിന്നുകയായിരുന്നു. മനസ്സ് മുഴുവൻ ഒരു പോസിറ്റീവായ വാർത്തയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും. അന്നേരമാണ് ഹരി ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നത്. മുഖത്ത് തികഞ്ഞ നിരാശ നിറഞ്ഞു നിന്നിരുന്നു. എന്താ ഹരിയേട്ടാ, എന്താ ഡോക്ടർ പറഞ്ഞത്? എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നത്? പരിസരം മറന്ന് അവൾ വേവലാതിപ്പെട്ടതും അവൻ അവളെ നേരെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ ഹരിയേട്ടാ, എന്താണെന്ന് എന്നോട് പറ. റൂം എത്തട്ടെ ഗായത്രി, നീ ഇങ്ങനെ ടെൻഷനാകാതെ. ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഹരി അവൾക്ക് താക്കീത് നൽകി. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഹോട്ടൽ മുറിയിലെത്തി. എന്താ ഹരിയേട്ടാ, ഇനിയെങ്കിലും ഒന്ന് പറ. എന്താ ഡോക്ടർ പറഞ്ഞത്? മുറിക്കകത്ത് കയറിയതും അവൾ ചോദിച്ചു. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. ആദ്യം എവിടെ ഇരിക്കെ, എല്ലാം ക്ഷമയോടെ കേൾക്കണം. ഹരിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് എന്തെല്ലാമോ വായിച്ചെടുക്കാമായിരുന്നു. പരിശോധനയിൽ കുഴപ്പം എനിക്കാണെന്ന് തെളിഞ്ഞു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന്. നീ എന്നെ ശപിക്കരുത് ഗായത്രി. തല കുനിച്ച് ഹരി അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ടയിടറിയിരുന്നു. ഈശ്വരാ, എന്താ ഹരിയേട്ടാ ഈ പറയുന്നത്? അപ്പോൾ നമുക്കിനി കുട്ടികൾ ഉണ്ടാവില്ലെന്നാണോ? ഇനി എന്തിനാണ് ദൈവമേ ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? ഇത്രയും വലിയൊരു ശിക്ഷ തരാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? തലയിൽ തല്ലിക്കൊണ്ട് സകല നിയന്ത്രണവും വിട്ട് അവൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ ഹരി നിന്നു. ഗായത്രി, എന്താ നീ കാണിക്കുന്നത്? അവൻ അവളെ അടക്കി നിർത്താൻ ശ്രമിച്ചു. തൊലച്ചില്ല എൻ്റെ ജീവിതം നിങ്ങൾ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നിങ്ങൾ കാരണം ഇല്ലാതെ ആയില്ലേ. ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ഹരിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട പോലെ അവൾ അലറുമ്പോൾ അവൻ ഒരു നിമിഷം പകച്ചുപോയി. അവളുടെ വാക്കുകൾ അത്രമേൽ ആഴത്തിൽ അവൻ്റെ ഹൃദയത്തെ നോവിച്ചിരുന്നു. അറിയാതെ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറേ നേരം ശാന്തമായിരുന്ന് കരഞ്ഞ് സ്വബോധം വീണ്ടെടുത്തപ്പോഴാണ് പറഞ്ഞതൊക്കെയും കടന്നുപോയെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായത്. ഹരിയേട്ടാ, എന്നോട് ക്ഷമിക്കണം. വിഷമം സഹിക്കാതെ പറയാൻ പാടില്ലാത്തത് എന്തോ ഞാൻ പറഞ്ഞു പോയി. ഹരിയേട്ടനൊന്നും മനസ്സിൽ വെക്കരുത്. ഉള്ളം കൈയിൽ മുഖം അമർത്തിയിരിക്കുന്ന ഹരിയെ നോക്കി തേങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹേ, ഞാനതൊന്നും കാര്യമാക്കിയില്ല. തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അല്ലെങ്കിലും താൻ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല.
കുഴപ്പം എൻ്റേത് മാത്രമല്ലേ? അപ്പോൾ തോന്നുന്നുണ്ടാകും അല്ലേ, എന്നെ കാണേണ്ടിയിരുന്നില്ല, പ്രണയിക്കേണ്ടിയിരുന്നില്ല, വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ. ഹരിയേട്ട പ്ലീസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ തകർന്നു നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഹരിയേട്ടൻ എന്നെ വീണ്ടും തളർത്തരുത്. ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. കുറച്ചുകൂടി അവിടെ ഇരുന്ന് അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടുകാരും കുടുംബക്കാരും അറിഞ്ഞു ഹരിക്കാണ് പ്രശ്നമെന്ന്. വിശേഷമായില്ലേ എന്ന ചോദ്യം അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ചു. ഹരിയുടെ അമ്മ ഇപ്പോൾ കുത്തുവാക്കുകൾ പറയാതെയായി. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും നിങ്ങളുടെ മകൻ കാരണമാണ് എൻ്റെ ജീവിതം തകർന്നതെന്ന് പറഞ്ഞ് അവൾ വായടപ്പിക്കും. അത് തൻ്റെ മകന് മനപ്രയാസം ഉണ്ടാക്കുമെന്ന് കരുതി അവർ ഇപ്പോൾ ഒന്നും മിണ്ടാറില്ല. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടെന്ന്. അപ്പോൾ നിനക്കായിരുന്നില്ലേ വാശി? ദിവ്യ പ്രേമം എന്നിട്ടിപ്പോൾ എന്തായി? ഞങ്ങൾ കണ്ടെത്തി തരുന്ന ചെറുക്കനെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ചുങ്ങൾ 2 എണ്ണം ആയേനെ. തന്നിഷ്ടം കാണിച്ചിട്ടല്ലേ? അനുഭവിച്ചോ? ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഗായത്രിയുടെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ എത്രയോ വട്ടം ഹരി കേട്ടിരിക്കുന്നു. പുറമെ പ്രകടമാക്കിയില്ലെങ്കിലും ഗായത്രിയുടെ മനസ്സിലും ഹരിയോട് ഇടയ്ക്കൊക്കെ അനിഷ്ടം തോന്നിയിരുന്നു. അത് കൂടുതലും സ്വന്തം വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴാണ്. ചില നേരത്തെ പൊട്ടിത്തെറികളിൽ അവൾ പോലും അറിയാതെയും അവൾ ഹരിയുടെ കുറവിന് ചോദ്യം ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെയും പരിഹരിക്കാനാകാത്ത പ്രശ്നവും മനസ്സിലേറ്റി അവൻ തനിച്ചിരിക്കും, ആരോടും ഒന്നും പറയാതെ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന ആഗ്രഹം ഒരിക്കൽ ഹരി പറഞ്ഞുവെങ്കിലും കണ്ടവരുടെ കുഞ്ഞിനെ ലാളിക്കാൻ തനിക്കാവില്ല എന്നായിരുന്നു അവളുടെ മറുപടി. കാലം അങ്ങനെ കടന്നുപോയി. വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ വേദന പേറി ഇരുവരും ജീവിതം തള്ളി നീക്കി. അന്നൊരിക്കൽ ലോകം ഉണർന്നെങ്കിലും ഹരി മാത്രം ഉണർന്നില്ല. തണുത്തുറഞ്ഞ ശരീരം വാരിപ്പിടിച്ച് അവൾ കരയുമ്പോഴാണ് മരണം മാത്രം ആ ശരീരത്തോട് ദയവ് കാണിച്ചത്. എല്ലാവരും അറിഞ്ഞത് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നത്രേ. ഹാവു, സുഖമുള്ള മരണം. മരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും അറിയാതെ മരിക്കണം. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇനി താൻ തനിച്ചാണെന്ന സത്യം വീണ്ടും വീണ്ടും ഗായത്രിയെ നോവിച്ചുകൊണ്ടിരുന്നു. എല്ലാ സങ്കടവും ഉള്ളിലേറ്റി ആരോടും ഒന്നും പറയാതെ നെഞ്ച് വിങ്ങി വിങ്ങി പാവം പോയി. കർമ്മങ്ങൾ ചെയ്യാൻ മകനില്ലാത്തതിനാൽ പെങ്ങളുടെ മകനാണ് അത് ചെയ്തത്. തെക്കേ മുറ്റത്ത് ചിതയെരിഞ്ഞടങ്ങിയതോടെ ആളും പോയി തുടങ്ങി. അങ്ങനെ അവസാനം അവൻ പോയല്ലേ. എവിടെയോ പരിചയമുള്ള ആ സ്വരം കേട്ടതും തളർന്നു കിടന്ന തല ഉയർത്തി നോക്കി. കുറച്ചു സമയം എടുത്താണെങ്കിലും അവൾ ആ മുഖം തിരിച്ചറിഞ്ഞു. ഡോക്ടർ ദേവൻ. പാടുപെട്ടാണെങ്കിലും അവൾ എഴുന്നേറ്റിരുന്നു. വരേണ്ടതും കരുതിയതാണ്, പക്ഷെ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. സത്യങ്ങളെല്ലാം നെഞ്ചിലേറ്റി തെറ്റുകാരനായി അവൻ ഇത്ര കാലം ജീവിച്ചത് തന്നെ അത്ഭുതം. സങ്കടത്തോടെ അയാളത് പറയുമ്പോൾ എന്തിനാണെന്നറിയാതെ ഗായത്രി അയാളെ തന്നെ ഉറ്റുനോക്കി. ഒരിക്കലും നിങ്ങളിത് അറിയരുതെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തനിച്ചായി പോകുമ്പോഴൊക്കെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളവനെ ശപിച്ചാൽ, അവൻ കാരണമാണ് ഈ ഗതി വന്നതെന്ന് ഓർത്താൽ ഒരിക്കലും അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. ഒന്ന് നിർത്തിയ ശേഷം അയാൾ വീണ്ടും തുടർന്നു. അവനല്ലായിരുന്നു കുഴപ്പം. അവനൊന്നേ പറഞ്ഞിരുന്നുള്ളൂ, അവൾ ഒരിക്കലും സത്യം അറിയരുതെന്ന്. ആരും അവളെ വാക്കുകൊണ്ട് പോലും നോവിക്കരുതെന്ന്. അവൾ ഒരിക്കലും നീറരുത് എന്ന്. അത്രയും പറഞ്ഞ് അയാൾ ആ പടിയിറങ്ങിയതും പൊട്ടിക്കരയാൻ പോലും ആകാതെ ഗായത്രി മരവിച്ചിരുന്നു. പുറത്ത് ഹരിയുടെ ചിത എരിഞ്ഞടങ്ങുമ്പോൾ അവളുടെ നെഞ്ചിൽ ഉമിത്തി പോലെ മറ്റൊരു ചിത ആളിക്കത്തി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.